ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 പുറത്തിറങ്ങിയ ലൂംബർ ജാക്ക് ദ മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ജാപ്പനീസ് മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺലൈൻ പറഞ്ഞിട്ട് എന്തായാലും ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. ആദ്യം മുതൽ അവസാനം വരെയും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു വലിയ കാടിനകത്ത് ഒരു പഴയ വീട് മാത്രം ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു വീടിനടുത്തേക്ക് ഒരുപാട് പോലീസുകാർ ഇങ്ങനെ വരുന്നുണ്ട്. അതേസമയം തന്നെ ലൂംബർ ജാക്ക് ദ മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഒരു ചെറിയ പയ്യൻ വായിക്കുന്നത് പോലെ ഒരു വോയിസ് ഓവർ നമുക്ക് കേൾക്കാണ്. പിന്നീട് കാണിക്കുമ്പോൾ ആ ഒരു വീടിനടുത്തേക്ക് വന്ന പോലീസുകാർ ആ ഡോറിൽ വന്ന് ഇങ്ങനെ തട്ടുന്നതും ഡോറിന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ ഒരു പോലീസുകാർ പറയും, ദേ നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനായിട്ടുള്ള സെർച്ച് വാറന്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നതും അതിനകത്ത് നിൽക്കുന്നത് പെട്ടെന്ന് എടി നിന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്ന് രക്ഷപ്പെട്ടോന്നിങ്ങനെ മുകളിലുള്ള ഒരു സ്ത്രീയോട് അവൻ ഇങ്ങനെ വിളിച്ച് പറയാണ്. അത് വേറെ ആരുമല്ല, അവന്റെ ഭാര്യയാണ്. അങ്ങനെ ഇതൊന്നും കേൾക്കാതെ ആ ഒരു പോലീസുകാരി കഥകളെല്ലാം ചവിട്ടി തുറന്ന് നേരെ മുകളിലേക്ക് വന്നിട്ട് നേരെ അകത്തേക്ക് കയറി മുകളിലുള്ള അവന്റെ ഭാര്യയെ കാണാനായിട്ട് ഇങ്ങനെ ചെല്ലാണ്. മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നമ്മളൊരു പയ്യൻ ബുക്ക് വായിച്ചതുപോലെ വോയിസ് ഓവർ കേട്ടിരുന്നല്ലോ, ആ ഒരു പയ്യൻ ഇപ്പോൾ അവിടെ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. അതുമല്ല അവൻ വായിക്കുന്ന ആ ഒരു ബുക്കിലെ മോൺസ്റ്റർ ഒരു മാസ്ക് എല്ലാം ഇട്ട് എല്ലാവരെയും പേടിപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത്. അതുമല്ല രാത്രി സമയമായി കഴിഞ്ഞാൽ ആ ഒരു മോൺസ്റ്റർ ഒരു ഗ്രാമത്തിലേക്ക് ചെന്ന് അവിടെയുള്ള കുട്ടികളെല്ലാം കടത്തിക്കൊണ്ടുപോയി കൊല്ലുമെന്നാണ് ആ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ പയ്യന്റെ അടുത്ത് മറ്റൊരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നു. അതാണ് താഴെ നിന്ന് ഒരുത്തൻ വിളിച്ചു പറഞ്ഞല്ലോ അവന്റെ ഭാര്യ. അതുമല്ല ഈ ഒരു പോലീസുകാർ അന്വേഷിച്ച് വന്നതും ഈ ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ പെട്ടെന്ന് അവർ തോക്ക് കാണിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, കടത്തിക്കൊണ്ടുവന്ന കുട്ടികളെല്ലാം നീ എവിടെയാ വെച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ വീടിനകത്തെ മറ്റൊരു റൂമിനകത്തേക്ക് പോയ ഒരു പോലീസുകാരൻ പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് സാർ പ്ലീസ് പെട്ടെന്ന് അകത്തേക്ക് വാ, ഞാൻ അവിടെ ഒരു കാര്യം കണ്ടു എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും കൂട്ടി അകത്തേക്ക് കൊണ്ട് ചെന്ന് കാണിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡ്രംസ് ഇരിപ്പുണ്ട്. അതിൽ ഓരോ ഡ്രമ്മിലും ഓരോ പയ്യന്മാരെ കൊന്നിട്ടേക്കാണ്, അതും ചെറിയ കുട്ടികള്. അതുമല്ല അവരുടെ തല വെട്ടിയെടുത്ത അവസ്ഥയിലാണ് അവരുടെ ശരീരം അതിനകത്തുള്ളത്. അപ്പൊ ഇതെല്ലാം ചെയ്തത് ഈ ഒരു സൈക്കോ ലേഡിയും അവരുടെ ഭർത്താവും കൂടി ചേർന്നിട്ടാണ്. ഏകദേശം 15 കുട്ടികളുടെ ശരീരം ആ ഒരു ഡ്രമ്മിനകത്തുണ്ട്. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി ആ ഒരു പോലീസുകാരനായാലും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ എന്താ ഈ ചെയ്തു വെച്ചേക്കുന്നതെല്ലാം ചോദിക്കുമ്പോൾ ഈ ഒരു റൂമിൽ ചെറിയൊരു മെഷീൻ ഉണ്ട്, അതെന്തിനാണെന്ന് ഇപ്പോഴും നമുക്കറിയത്തില്ല. അതുമല്ല ഈ ഒരു ലേഡി ആണെങ്കിൽ പോലീസുകാരുടെ മുന്നിൽ പെട്ടതുകൊണ്ട് വേറെ വഴിയില്ലാതെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവർ സ്വയം അവരുടെ കഴുത്തറുത്ത് അവരുടെ മുന്നിൽ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിലെ ഹീറോ ഹൈവേയിലൂടെ കാർ ഓടിച്ചിങ്ങനെ വരികയാണ്. അതുമല്ല ഹീറോ ഒരു വക്കീലും കൂടിയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ പുറകില് ആരോ ഒരാള് തന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോ നല്ല സ്പീഡിന് ഒരുപാട് ദൂരം മുന്നിലേക്ക് പോയിട്ട് ഈ വളവും തിരിവുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഒരു വളവിലേക്ക് ആ ഒരു വണ്ടി റോഡിന് നടുവിലായിട്ട് കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഹീറോ നേരെ മുന്നിലേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുന്നതും പുറകെ വരുന്ന കാറുകാരനാണെങ്കിൽ അത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നല്ല സ്പീഡിന് കൊണ്ടുവന്ന് ഹീറോയെ ഇടിക്കാതെ വെട്ടിച്ചു മാറ്റി അവന്റെ കാറിൽ ഓടിക്കാതെ ഇങ്ങനെ തിരിക്കുന്നതും ആ വന്നവന്റെ കാറിന്റെ നിയന്ത്രണം വിട്ട് തല കീഴായിട്ട് മറിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് പോയി കിടക്കുമ്പോൾ നമ്മുടെ ഹീറോ പാതി അവന്റെ അടുത്തേക്ക് നടന്നു നിന്നിട്ട് അവന്റെ ID കാർഡ് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അവനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനാണെന്ന്. ഇപ്പോൾ ഒരാവശ്യമില്ലാതെ ഇവൻ എന്തിനാണ് ഹീറോയെ ഫോളോ ചെയ്യുന്നത്? അതുമല്ല അവൻ ജോലി ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിലും നമ്മുടെ ഹീറോയും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ആശുപത്രിയിൽ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഹീറോയാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്ത് വന്നവൻ അവൻ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിൽ നടന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യം ഇവൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഇവൻ ആ ഒരു ഹോസ്പിറ്റലിന്റെ CCTV ഫുട്ടേജ് ഉണ്ടല്ലോ അതെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നമ്മുടെ ഹീറോയെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഫുട്ടേജ് വെച്ചിട്ട് ഹീറോയെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഇവൻ ഇപ്പോൾ ഹീറോയെ ഫോളോ ചെയ്ത് വന്നത്. ഇത് അവനെ കൊണ്ട് തന്നെ പറയിച്ചിട്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരാവശ്യമില്ലാതെ ഇപ്പോൾ ഹീറോയെ വെറുതെ തോണ്ടാനായിട്ട് വന്നതാണ് ഇവൻ. അതുമല്ല ഹീറോ ആണെങ്കിലും ഇവനെ കാട്ടി വലിയൊരു കില്ലാടിയാണ്. ആ ഒരു ആശുപത്രിയിലെ പല കാര്യങ്ങളും തെറ്റുകളും ഒളിപ്പിക്കാൻ വേണ്ടി പല കൊലകളും നമ്മുടെ ഹീറോ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഹീറോയുടെ പുറകെ ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവനെ വെറുതെ വിടോ? ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കാറിൽ നിന്ന് പൊട്ടി വീണ കണ്ണാടി തുണ്ടെടുത്ത് ആ കാറിനകത്ത് കിടക്കുന്നവനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ ഒരു കാറ് അടുത്തുള്ള ആ ഒരു കുഴിയിലേക്കും തള്ളിവിടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാണ്. അവർ നടന്ന ആ ഒരു കാര്യം ആ ഹോസ്പിറ്റലിലുള്ള അവന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഡോക്ടർ ഉണ്ട് അയാളോട് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഫ്രണ്ടിന്റെ റൂമിലേക്ക് കയറി വരുന്നതും പെട്ടെന്ന് അതിനകത്ത് നിന്നും ഒരു ലേഡി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോയിൻ ഒരു പോലീസുകാരിയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നതും ഹീറോ ഈ ഒരു കാര്യം ആ ഒരു ഡോക്ടറിനോട് ചോദിക്കും, ഇതാരാ ഒരു ലേഡി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ പറയും, അത് വേറെ ആരുമല്ല, അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫൈലറായിട്ട് ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്. ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ പെരുമാറ്റം നടത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അയാൾ ഏത് തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് കണ്ടുപിടിച്ച് പറയുന്നതാണ് അവളുടെ ജോലി. അതുകൊണ്ട് തന്നെ ഇപ്പൊ നഗരത്തിലെ 2 സീരിയൽ കൊലപാതകം നടന്നിട്ടുണ്ട്. അത് ചെയ്ത ആ ഒരാള് ഒരു സൈക്കോപാത്താണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടേക്ക് വന്നതെന്ന് നമ്മുടെ ഹീറോയോട് പറയും.
അങ്ങനെ ഈ ഒരു കാര്യം ഹീറോയോട് പറയുമ്പോൾ ഹീറോ ആയിട്ട് അവന് നടന്ന കാര്യം ഈ ഒരു ഡോക്ടറിനോട് പറയുമ്പോഴത്തേക്കാണ് ഡോക്ടർ പറയുന്നത്, ഓ അവന്റെ ജോലി ഇവിടെ ശരിയല്ലാന്ന് പറഞ്ഞിട്ട് അവന്റെ ജോലി നിന്ന് പിരിച്ചു വിട്ടു, ആ ഒരു ദേഷ്യത്തിനായിരിക്കും അവൻ നിന്നോട് അങ്ങനെ കാണിക്കാനായിട്ട് വന്നത്. എന്തായാലും നീ അവനെ കൊന്നില്ലേ, ഓക്കെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കൊന്നും വേണ്ട, ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഹീറോ അവിടെ നിന്നും തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ പാർക്കിങ്ങിലേക്ക് ചെന്നിട്ട് കാർ പാർക്ക് ചെയ്യുന്ന സമയത്താണ് റേഡിയോയിൽ ഇവിടെ നടന്ന 2 സീരിയൽ കൊലപാതകങ്ങളുണ്ടല്ലോ അതിനെ പറ്റിയുള്ള ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കേട്ടിട്ട് ഹീറോ പതിയെ കാറിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നതും അങ്ങനെ കാണിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ലൂംബർ ജാക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബുക്ക് ഉണ്ടല്ലോ അതിലെ ഒരു മോൺസ്റ്റർ കൊടൂരമായിട്ടുള്ള ഒരു മുഖംമൂടിയെല്ലാം ഇട്ടിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ മുഖംമൂടിയെല്ലാം ഇട്ട് ഒരുത്തൻ പെട്ടെന്ന് നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് വരികയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു കോടാലിയുണ്ട്. അങ്ങനെ ഹീറോ ആയാലും അവരെ തടഞ്ഞു നിർത്തിയിട്ട് അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഡേയ് ഞാൻ നിന്നെ എന്തോ ചെയ്തെന്നെല്ലാം ചോദിച്ചിട്ടാണ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തടഞ്ഞു നിർത്തുന്നത്. അപ്പൊ മാസ്ക് ഇട്ട് വന്നവനാണെങ്കിൽ ഹീറോയെ എങ്ങനെയെങ്കിലും കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തില് ഹീറോ അവനെ തള്ളിക്കളഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് ഓടുമ്പോ അവൻ ആ ഒരു കോടാലി എടുത്ത് ഒരു ഒറ്റ ഏറ് ആ കോടാലിയുടെ പുറകു ഭാഗം വന്ന് ഹീറോയുടെ തലയിലേക്ക് വന്നിരിക്കുന്നതും ഹീറോ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. എഴുന്നേക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ആ ഒരു മാസ്ക് ഇട്ടവൻ ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവനെ കൊല്ലാന്ന് പറഞ്ഞു. ഈ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് ഏതോ ഒരു പെണ്ണ് വന്നിട്ട് ഈ മാസ്ക് ഇട്ടവനെ കാണുന്നതും അവള് പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി ആളുകൾ വരുമെന്നാകുമ്പോ ആ മാസ്ക് ഇട്ട ആ ഒരുത്തൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ വരുന്നതും ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ നല്ല ദേഷ്യം. എന്താണെന്ന് വെച്ചാൽ തന്നെ കൊല്ലാനായിട്ട് ഒരുത്തരിങ്ങനെ വന്നിട്ടും തനിക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു ദേഷ്യവും എല്ലാം. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും ആ ഒരു കില്ലറിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊല്ലണം എന്നുള്ള ഒരു വാശിയായി ഹീറോയ്ക്ക്. അതിനുവേണ്ടി ഹീറോ ചെയ്തിരിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹീറോയെ അടിച്ചിട്ടിട്ട് ആ ഒരു കില്ലർ അവിടെ നിന്ന് പോകുമ്പോൾ പോലീസ് അവിടേക്ക് വരും. അങ്ങനെ പോലീസ് വരുമ്പോൾ ആ കില്ലർ ആരാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്റെ പോക്കറ്റിലിരുന്ന പൈസ എടുത്ത് ഹീറോ വീഴുങ്ങും. എന്നിട്ട് പോലീസ് വരുമ്പോൾ പറയും, ഇതേപോലെ എന്റെ പേഴ്സ് മോഷ്ടിക്കാനായിട്ട് ഒരുത്തൻ വന്നു, അവൻ എന്നെ അടിച്ചിട്ടിട്ട് എന്റെ പണം എടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആ ഒരു സീരിയൽ കില്ലർ കൊലപാതകം ഉണ്ടല്ലോ അതിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. അതേസമയം തന്നെ അവിടെ നമ്മുടെ ഹീറോയിനുണ്ട്, അതേപോലെ തന്നെ മറ്റൊരു പോലീസുകാരനുണ്ട്. അവൻ എന്തായാലും നമുക്ക് ജോൺ എന്ന് വിളിക്കാം. അതുമല്ലാതെ മറ്റൊരുപാട് പോലീസുകാരുണ്ട്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് മുന്നേ 36 വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് കൊന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 3 ദിവസങ്ങൾക്ക് മുന്നേ സെയിം ഏജിലുള്ള മറ്റൊരാണിനെ അവരുടെ വീട്ടിൽ വെച്ച് ഇതേപോലെ കൊന്നിട്ടുണ്ട്. അതുമല്ല 2 കൊലപാതകങ്ങളും സെയിം പാറ്റേണിലാണ് നടന്നിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പേരുടെ തലയിൽ കോടാലി കൊണ്ട് വെട്ടിയാണ് അവരെ കൊന്നിട്ടുള്ളത്. അതുമല്ല അവരുടെ 2 പേരുടെ തലയിലും ബ്രെയിൻ ഉണ്ടല്ലോ, തലച്ചോറ്, അത് 2 കാണാനില്ല. അങ്ങനെയാണെങ്കിൽ കില്ലർ ആ ഒരു കോടാലി ഉപയോഗിച്ച് 2 പേരുടെ തലയിൽ വെട്ടി അവരെ കൊന്നതിന് ശേഷം അവരുടെ തലച്ചോറ് എടുത്തോണ്ട് പോയേക്കാണ്. പക്ഷെ അതിന് കാരണം എന്താണെന്ന് ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. പിന്നെ ഇവരെ 2 പേരെ എങ്ങനെ സെലക്ട് ചെയ്തതെന്നും ആർക്കും അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്നിട്ട് പറയും, വേറെ ഒന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ ഒരു കരുണയില്ലാത്ത ഒരു സൈക്കോപാത്താണെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഇവരെ 2 പേരെയും വെറുതെ ഒന്നും കൊന്നതല്ല, 2 പേരെ സെലക്ട് ചെയ്തിട്ട് ഇവരെ 2 പേരെയാണ് കൊല്ലാൻ പോകുന്നത് പ്ലാൻ ചെയ്ത് തന്നെയാണ് 2 പേരെ കൊന്നിട്ടുള്ളത്. അത് പറയാൻ കാരണം എന്താണെന്നറിയോ, സാധാരണയായിട്ട് ഒരുത്തൻ ഒരു കൊല ചെയ്യുമ്പോൾ അവനെ പറ്റിയുള്ള എന്തെങ്കിലും തെളിവ് ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടും. പക്ഷെ ഈ ഒരു 2 കൊലപാതകത്തിൽ ഒരു തെളിവ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് ചുറ്റുമുള്ള CCTV ക്യാമറയിലോ അല്ലെങ്കിൽ അവർ കൊല ചെയ്യപ്പെട്ട ആ ഒരു സ്ഥലത്തോ ഒരു തെളിവ് പോലും. അങ്ങനെയാണെങ്കിൽ കില്ലർ 2 പേരെയും പ്ലാൻ ചെയ്ത് കൊല്ലണമെന്നുണ്ടെങ്കിൽ ഈ മരിച്ച 2 പേർക്കും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കില്ലറിനെ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് നമ്മുടെ ഹീറോയും പറയുന്നതും ഇവിടെ ആശുപത്രിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ കണ്ണു തുറക്കുമ്പോൾ ആ ഡോക്ടർ വന്നിട്ട് ഇപ്പോൾ മറ്റൊരു കാര്യം പറയാണ്. എന്താണെന്ന് വെച്ചാല് ഹീറോയുടെ തലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഹീറോയുടെ ബ്രെയിനിൽ ഒരു ന്യൂറോ ചിപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് ഇവർ കണ്ടുപിടിക്കും. അപ്പൊ ആ ഒരു ന്യൂറോ ചിപ്പ് ഉള്ളത് കൊണ്ട് ഇവർക്ക് വേറെ ഒന്നും ഇപ്പൊ ഈ ഒരു തലയിൽ ചെയ്യാൻ കഴിയത്തില്ല. CT സ്കാൻ അല്ലാതെ വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഉള്ളിൽ ആ ഒരു ചിപ്പ് ഇരിക്കുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പേഷ്യന്റിന്റെ മരണത്തിന് തന്നെ കാരണമാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഡോക്ടർ പറയുമ്പോൾ ഹീറോ ഇതൊന്നും അറിയാത്തതുപോലെ ന്യൂറോ ചിപ്പോ അതെന്താണ് എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ അടുത്തുള്ള ആ ഒരു സ്ക്രീനിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇതുണ്ട് തലയിലുള്ളിൽ ചെറുതായിട്ട് കാണുന്ന ഇതാണ് ന്യൂറോ ചിപ്പ്. അല്ല നീ ഇങ്ങനെ ഷോക്ക് ആവുന്നത് കാണുമ്പോൾ നിന്റെ തലയിൽ ഇങ്ങനെ ഒരു ചിപ്പുള്ള കാര്യം നിനക്ക് തന്നെ അറിയത്തില്ലേ എന്നാ ഒരു ഡോക്ടർ ചോദിക്കുന്നത്. ഇനി ഇതെന്തെങ്കിലും പ്രശ്നമാവോ എന്നാലോചിച്ച് നമ്മുടെ ഹീറോ ഇല്ലില്ല ഡോക്ടർ, ഞങ്ങൾ ഇതിന് വെച്ചിരിക്കുന്ന പേര് വേറെ ഒന്നാണ്, ന്യൂറോ ചിപ്പ് എന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ഒരു കുഴപ്പമില്ല, ഞാൻ റെഗുലർ ആയിട്ട് പോകുന്നൊരു ഡോക്ടർ ഉണ്ട്, പുള്ളിയെ തന്നെ പോയി കണ്ടോളാം, നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ മാത്രം മതി എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഡോക്ടർ ഇവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ കാമുകി അവിടേക്ക് വരാണ്. അപ്പോൾ ഈ ഒരു കാമുകിയുടെ അച്ഛനാണെങ്കിലും ഈ ലോയർ ഫീൽഡിൽ കുറച്ച് വലിയൊരാളാണ്, കുറച്ച് നാൾ മുന്നേ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഹീറോയോട് വന്നിട്ട് അവൾ ഒരുപാട് നേരം സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നതും ഹീറോയെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് അവിടേക്ക് വരുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിന്റെ ചീഫ് ഇവരെല്ലാവരും കൊല നടന്ന ആ വീട്ടിലെ പരിശോധനയും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുമ്പോൾ അവിടേക്ക് വന്ന ജോൺ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ മരിച്ചുപോയി 2 പേര് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നല്ലോ, അതെന്താണെന്ന് കണ്ടുപിടിച്ചു. മരിച്ച 2 പേരും
കുട്ടിക്കാലം മുതലേ ഓർഫനേജിലാണ് വളർന്നിട്ടുള്ളത്. രണ്ടുപേരും ഒരേ ഓർഫനേജിലല്ല, വെവ്വേറെ ഓർഫനേജിലെ. ഇത് മാത്രമാണ് ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ. അങ്ങനെ ആ ഒരു കാര്യം ജോൺ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ ഇവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ജോണിനെ കണ്ടിട്ട് അയാളുടെ മുഖം എപ്പോഴും എന്തോ ദേഷ്യം പിടിച്ചതുപോലെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതിന് കാരണം എന്താണെന്ന് ആ ഒരു ചീഫിനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചീഫ് പറയുന്നത്, അത് വേറെ ഒന്നുമില്ല, അവനൊരു നല്ല പോലീസുകാരൻ തന്നെയാണ്. തന്റെ മുന്നിൽ എന്ത് അനീതി നടന്നാലും അതപ്പം തന്നെ ചോദ്യം ചെയ്യും. 2 വർഷങ്ങൾക്ക് മുന്നേ ഒരുത്തൻ ഇൻഷുറൻസ് പണത്തിന് വേണ്ടിയിട്ട് തന്റെ ഭാര്യയെ കൊന്നിരുന്നു. പക്ഷെ മറ്റുള്ളവരാരും ആ ഒരു കാര്യം അറിയാതെ അവന്റെ ഭാര്യ മരിച്ചതിൽ 50 ലക്ഷം രൂപ ഇൻഷുറൻസ് പണമായിട്ടും അവന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ എങ്ങനെയോ ഈ ഒരു കാര്യം നമ്മുടെ ജോൺ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ മനസ്സിലാക്കി. ആ ദേഷ്യം കാരണം നേരെ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു ഒറ്റയിടി. അങ്ങനെ ഇത് വെച്ച് ഇടി കൊണ്ടവനാണെങ്കിലോ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഒരു പോലീസുകാരനെ ഇടിച്ചെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. ആ ഒരു കാരണം കൊണ്ട് നമ്മുടെ ജോണിനെ പ്രൊമോട്ട് ചെയ്തിട്ട് മറ്റൊരു നാട്ടിലേക്ക് അയക്കുമായിരുന്നു. സത്യത്തിൽ അന്നു മുതലാണ് ഇവന്റെ ഒരു സ്വഭാവം തന്നെ മാറി ഈ ഒരു രീതിയിലായത് എന്നുള്ള കാര്യം നമ്മുടെ ചീഫ് ഹീറോയിനോട് ഇങ്ങനെ പറയുന്നതും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് തന്റെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഡോക്ടർ, അവന്റെ അടുത്തേക്ക് ചെന്ന് ന്യൂറോ ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആ ഒരു ഡോക്ടർ പറയും. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് എല്ലാ രാജ്യക്കാരും അത് ബാൻ തന്നെ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ചിപ്പ് എന്താണ് നമ്മുടെ തലച്ചോറിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യും. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ ആളുകൾക്ക് വരുന്ന ദേഷ്യം, വിഷമം, സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ന്യൂറോ ചിപ്പ് വെച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പൊ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒരു ചിപ്പ് നമ്മുടെ ഹീറോയുടെ തലയ്ക്കുള്ളിൽ വെച്ചത് ആരാണെന്ന് ഇപ്പോഴും അറിയാൻ കഴിയുന്നില്ല. അതുമല്ല മറ്റൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൊലയാളി കൊന്ന 2 പേര് വേറെ വേറെ ഓർഫനേജിലാണ് വളർന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അതേപോലെ തന്നെ കുട്ടിക്കാലം മുതലേ നമ്മുടെ ഹീറോയും ഒരു ഓർഫനേജിൽ തന്നെയാണ് വളർന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവന്റെ കുട്ടിക്കാലത്താണ് ആ ഒരു ഓപ്പറേഷൻ നടന്ന് ഈ ഒരു ചിപ്പ് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് ആരാണ് ചെയ്തതെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യം ഡോക്ടറിനോട് പറയുന്നതും ഇവരുടെ കമ്പ്യൂട്ടറിൽ ലൂംബർ ജാക്ക് ദ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ ഒരു പരസ്യം ഇങ്ങനെ വരുന്നു. അതുപോലെ ആ ഒരു ബുക്കിലെ മോൺസ്റ്റർ ഇട്ടിരിക്കുന്ന ആ ഒരു മാസ്ക് ഇട്ടിട്ടാണല്ലോ ആ ഒരു കില്ലർ ഹീറോയെ കൊല്ലാനായിട്ട് വന്നത്. അങ്ങനെ ഇത് കാണുന്നത് ഹീറോയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി, ഇവനാണ് ഈ മാസ്കിന്റെ പുറകിലുള്ളവനാണ് എന്നെ കൊല്ലാനായിട്ട് വന്നത്. അതുകൊണ്ട് എന്തായാലും ഇവനെ ഞാൻ കണ്ടുപിടിച്ചിട്ട് എന്റെ പ്രതികാരം തീർത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുമ്പോൾ ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇതിന്റെ പുറകെ കിടന്ന് നടക്കുന്നത്, പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാല് അവർ ആ കാര്യം ചെയ്തോളും. അപ്പോൾ ഹീറോ പറയും, ഒരിക്കലുമില്ല, എന്നെ കൊല്ലാനായിട്ട് അവൻ വരുന്ന സമയത്ത് നിന്നെ പോലെയുള്ള മോൺസ്റ്ററുകൾ ഒരിക്കലും ഈ ഒരു നാട്ടിൽ ജീവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊല്ലാനായിട്ട് അവൻ വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അത് അവൻ അറിയാവുന്നല്ലേ അതിനർത്ഥം. അതുകൊണ്ട് പോലീസ് അവനെ കണ്ടുപിടിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ എനിക്ക് അവനെ കണ്ടുപിടിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവനെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ നേരെ വീട്ടിലേക്കും വരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ 3ാമതൊരാളെയും ആ ഒരു കില്ലർ കൊല്ലുകയും ചെയ്തു. അവിടേക്ക് വന്ന് പോലീസുകാർ അന്വേഷിക്കുമ്പോൾ അവന്റെ തലയും വെട്ടി അവന്റെ തലയിലുള്ള ആ ഒരു ബ്രെയിൻ ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ടാണ് കില്ലർ പോയിട്ടുള്ളത്. അതുമല്ലാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മരിച്ചവനും ഒരു ഓർഫനേജിൽ തന്നെയാണ് വളർന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പോലീസ് ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ കാമുകിയുടെ അച്ഛനാണെങ്കിൽ ഒരു വലിയ പണക്കാരനാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ഒരു വലിയ വക്കീൽ ഓഫീസെല്ലാം വെച്ച് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ മരിച്ചതുകൊണ്ട് അയാളുടെ ആ ഒരു പദവി ഹീറോ എടുക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ കാമുകിയെ വിളിച്ച് ഇങ്ങനെ പറയുന്നതും. അപ്പോൾ ഹീറോയുടെ കാമുകിയാണെങ്കിലും പറയും, എന്റെ അച്ഛൻ എന്തായാലും മരിച്ചു, ആ ഒരു സ്ഥാനത്തേക്ക് നീ വരുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, നീ തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കി നടത്തണമെന്ന് അവളിങ്ങനെ പറയുമ്പോൾ അവിടെയാണ് നമുക്കൊരു ട്വിസ്റ്റ് വരുന്നത്. പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. വേറെ ഒന്നുമല്ല, ഹീറോയുടെ കാമുകിയുടെ അച്ഛൻ സ്വയമേ മരിച്ചതൊന്നുമല്ല, ആ ഒരു പദവിക്ക് വേണ്ടി നമ്മുടെ ഹീറോ തന്നെ അയാളെ കൊന്നതാണ്. അതും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവനെ ഹീറോ ഹീറോ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവരും ഒന്ന് സംശയിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ജോയിങ്ങിന് പോകുമ്പോൾ റോഡ് സൈഡിലായിട്ട് ഒരു കുടിയൻ അവന്റെ മകളെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നു. ഇത് കാണും തോറും നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു ചെറിയ കാര്യം ഇങ്ങനെ ഓർമ്മ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സീനിൽ ഈ കുട്ടികളെല്ലാം കൊണ്ടുപോയിട്ട് കൊല്ലുന്ന ഒരു ലേഡിയെ കാണിച്ചിരുന്നല്ലോ. ആ ഒരു ലേഡി ഹീറോയുടെ കുട്ടിക്കാലത്ത് അവനെ പിടിച്ചോണ്ട് പോയിരുന്നു. അങ്ങനെ ഹീറോയെ കൊണ്ട് റൂമിനകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അതിനകത്ത് തലയിൽ കെട്ടെല്ലാം വെച്ചിട്ട് ഒരു ബുക്കെല്ലാം വായിക്കുന്ന ഒരു ചെറിയ പയ്യനുണ്ടല്ലോ. ആ ഒരു പയ്യനെ ഹീറോ കാണുന്നത്. അപ്പോഴേക്കും ആ ഒരു ചെറിയ പയ്യൻ ആ ഒരു സൈക്കോ ലേഡിയെ ചുറ്റി പിടിച്ചിട്ട് ഹീറോയോട് പറയും, ഇവിടെ നിന്ന് ഓട് ഓട് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് കാണിക്കുന്നില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ ഹീറോ നേരെ വന്നിട്ട് ആ ഒരു ചെറിയ പെൺകുട്ടി അടിക്കുമല്ലോ, അവളുടെ അച്ഛനെ നല്ല രീതിയിൽ അടിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു കില്ലർ മുഖമുടിയെല്ലാം ഇട്ട അവൻ ഇപ്പോൾ നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് വീണ്ടും വരുന്നതും ഇത്തവണയും നമ്മുടെ ഹീറോ ഒരു വിധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് ഒരു പാലത്തിന്റെ മുകളിൽ നിന്നാണ്. അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ 4ാമത്തെ ഒരാളെയും ആ ഒരു കില്ലർ കൊന്നു. എല്ലാവരെയും കൊല്ലുന്നത് പോലെ തന്നെയാണ് അവന്റെയും തല വെട്ടിയിട്ട് ആ ഒരു ബ്രെയിൻ അവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുമല്ല ഇവനാണെങ്കിലും കുട്ടിക്കാലത്ത് ആ ഒരു ഓർഫനേജിൽ വളർന്നവനാണ്.
അങ്ങനെ ഇവിടെ വന്ന് പരിശോധിക്കുന്ന നമ്മുടെ ഹീറോയിന് ഇപ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാവുകയാണ്. എന്താണെന്ന് വെച്ചാൽ സാധാരണ കില്ലർ ഇതിനു മുന്നേ കൊന്ന 3 പേരെയും അവരുടെ വീടിനുള്ളിൽ വെച്ചിട്ട് നല്ല പ്ലാൻ ചെയ്തിട്ടാണ് കൊന്നിട്ടുള്ളത്. പക്ഷെ ഇവനെ മാത്രം വീടിനകത്ത് വെച്ചല്ല, ഇതിപ്പോ മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് കൊന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കില്ലർ വേറെ ആരെങ്കിലും കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് അത് നടക്കാതെ വന്നപ്പോൾ പെട്ടെന്ന് ഇവനെ കൊല്ലുമായിരുന്നെങ്കിലോ? അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അവളിങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കും അപ്പോഴാണ് അവൾ പറയുന്നത് ഇതുപോലെ വേറെ എന്തെങ്കിലും ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പറയുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ കേസ് ഉണ്ടല്ലോ, ആ ഒരു കേസ് അവൾക്ക് കിട്ടുന്നത്. അങ്ങനെ ഹീറോ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ അവൾക്കത് കറക്റ്റ് ആയിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയോട് ചോദ്യം ചോദിക്കാനായിട്ട് നേരെ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ഹീറോയും ചെല്ലുന്ന സമയത്താണെങ്കിൽ ഹീറോയും അവന്റെ കാമുകിയും വീട്ടിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊന്നും കാര്യമൊക്കെ അവൾ ചെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഹീറോ ആണെങ്കിലോ കില്ലറിനെ പറ്റിയുള്ള ഒരു കാര്യവും എന്തായാലും പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഹീറോ പറയുന്നത് മോഷണം നടത്താൻ വേണ്ടിയിട്ട് വന്നവനാണ്, അവന്റെ മുഖം പോലും ഞാൻ കണ്ടില്ല, എന്നെ അടിച്ചിട്ടിട്ട് അവൻ പോവായിരുന്നു. ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലേ ആ 4 പേരുണ്ടല്ലോ ഇതിനു മുന്നേ മരിച്ച, അവരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതിൽ ആരെങ്കിലും അറിയാതെ ചോദിക്കുമ്പോൾ അപ്പോഴും ഹീറോ പറയും അറിയത്തില്ലാതെ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നത്. ഹീറോ ഇപ്പോഴാണ് ആ ഒരു 4 പേരുടെ ഫോട്ടോ വെച്ചിട്ട് മനസ്സിലാക്കുന്നത് ഇവരെല്ലാവരെയും കൊന്ന അതേ സീരിയൽ കില്ലർ തന്നെയാണ് തന്നെയും കൊല്ലാൻ ശ്രമിച്ചതെന്ന്. അതുമല്ലാതെ കൊന്ന 4 പേരുടെയും തലച്ചോറ് അവൻ എടുത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കണം. അതുമല്ല എന്റെ തലയിലാണെങ്കിലോ ആ ഒരു ന്യൂറോ ചിപ്പും കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കില്ലർ ന്യൂറോ ചിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലകളെല്ലാം നടത്തുന്നത്. അപ്പോൾ ഹീറോയുടെ തലയിലുള്ളതുപോലെ തന്നെ ആ 4 പേരുടെയും തലയിലും ന്യൂറോ ചിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നമ്മുടെ ഹീറോ ഇപ്പോൾ മനസ്സിലാക്കിയിട്ട് ഹീറോ ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ തലയിൽ ആ ഒരു ന്യൂറോ ചിപ്പ് ഉള്ള കാര്യം അറിയാവുന്ന ഒരാള് ആ ഒരു ഡോക്ടർ മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു ഡോക്ടർ വഴി വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടി ഡോക്ടറിനെ ഇവർ രണ്ടുപേരും ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഡോക്ടർ ഉണ്ടല്ലോ, രണ്ടുപേരും കൂടി ചേർന്ന് തട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ഹീറോ ആണെങ്കിൽ ഡോക്ടറിനെ കൊല്ലാനായിട്ട് അങ്ങനെ ആ ഒരു ഫോൺ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെക്കുന്നത്. സാധാരണ ഹീറോയ്ക്ക് മറ്റുള്ളവരെ കൊല്ലുമ്പോഴത്തേക്കും ഇതേപോലെ പെട്ടെന്ന് അറച്ച് നിൽക്കുന്നതല്ല, പക്ഷെ ഇത്തവണ എന്തോ ഹീറോയ്ക്ക് അത് ചെയ്യാൻ കഴിയാത്തതുപോലെ. അപ്പോഴേക്കും ആ ഒരു ഫ്രണ്ട് ഡോക്ടർ അതിന് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, നിന്നെ കൊണ്ട് കഴിയത്തില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞ ആ ഒരു ഫോൺ വാങ്ങി ഡോക്ടറിന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത് ആ ഒരു ഡോക്ടർ അവിടെ വെച്ച് തന്നെ കഴിയുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയ്ക്ക് ട്രീറ്റ്മെന്റ് നടത്തിയ ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അവിടേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഒരു നേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് എടുത്ത ആ ഒരു സ്കാനിങ് റിപ്പോർട്ട് അത് അങ്ങനെ പരിശോധിക്കുന്നതും നമ്മുടെ ഹീറോയുടെ തലയിലും ആ ഒരു ന്യൂറോ ചിപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഹീറോയിന് ഇപ്പോൾ മനസ്സിലായി. അതുമല്ല ഹീറോ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇവൾക്കാണെങ്കിൽ അത്ര തൃപ്തിയില്ലായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹീറോ കുട്ടിക്കാലത്ത് ഒരു ഓർഫനേജിലാണ് വളർന്നെന്നുള്ള കാര്യം അവൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു കില്ലർ ഹീറോയുടെ തലയിൽ ആ ഒരു ന്യൂറോ ചിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് ഹീറോയിന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹീറോ മനസ്സിലാക്കിയതുപോലെ തന്നെ ആ ഒരു 4 പേരുടെ തലയിലും ന്യൂറോ ചിപ്പ് ഉള്ളതായിട്ട് ഹീറോയിൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവര് ഇതിനു മുന്നേ എന്തെങ്കിലും എക്സ്റേ വല്ലതും എടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആ ഒരു കാര്യം തിരക്കുമ്പോൾ ആദ്യം മരിച്ച ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഏതോ 4 വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് എന്തോ ആക്സിഡന്റ് പറ്റിയിട്ട് അവര് CT സ്കാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്കാൻ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് അവരുടെ തലയിൽ ആ ഒരു ന്യൂറോ ചിപ്പ് ഉള്ളതായിട്ട് ഇവർ മനസ്സിലാക്കും. ഈ ഒരു ന്യൂറോ ചിപ്പ് എന്നുള്ള കാര്യം 30 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ കുട്ടികളായിരിക്കുന്ന സമയത്ത് ആ ഒരു ഓർഫനേജിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇവരുടെ തലയിൽ ഈ ഒരു ന്യൂറോ ചിപ്പ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അവള് മനസ്സിലാക്കിയ എല്ലാ കാര്യവും ഈ ചീഫിനോടും മറ്റു പോലീസുകാരോടും പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇതേപോലെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഹീറോയുടെ ആ ഒരു CT സ്കാൻ ഉണ്ടല്ലോ അതെടുത്ത് പരിശോധിച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നുള്ള കാര്യം അവൾ ഒരിക്കലും മറ്റാരോടും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ഒരു അനുവാദമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അങ്ങനെ റെക്കോർഡുകളെല്ലാം എടുക്കുന്നത് വലിയ തെറ്റാണ്. അതുകൊണ്ടാണ് അവൾ പറയാത്തത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 30 വർഷങ്ങൾക്ക് മുന്നേ ഒരു കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ഒരു കേസിന്റെ കാര്യമായിട്ട് ഒരു മുത്തശ്ശൻ ഇതിനകത്തേക്ക് വരുന്നത്. ഈ ഒരു കേസാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടത്. അന്ന് അന്വേഷിക്കാൻ പോയ ഒരു പോലീസുകാരനാണ് ഈ ഒരു മുത്തശ്ശൻ ആ ഒരു കാര്യം സ്റ്റേഷനിൽ ഇരുന്ന് ഇങ്ങനെ പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോയും അവന്റെ സുഹൃത്തും ഈ ഒരു കാര്യം മനസ്സിലാക്കി അതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 30 വർഷങ്ങൾക്ക് മുന്നേ ഒരച്ഛനും അമ്മയും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് അവരുടെ കുട്ടീനെയാണെങ്കിൽ കാറിലിരുത്തിയിട്ടാണ് പോയിരുന്നത്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ഒരു കുട്ടിയെ കാണാനില്ല. അതുമല്ല കുട്ടിയെ കടത്തിക്കൊണ്ട് പോയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫോൺ കോളും വരുന്നില്ല. കുട്ടിയുടെ ശരീരം കിട്ടാത്തത് കൊണ്ട് പോലീസിനും ആ ഒരു കാര്യം വ്യക്തമായതുമില്ല. അതുമല്ലാതെ കുട്ടിയെ കടത്തിക്കൊണ്ട് പോയതല്ലാതെ പിന്നീട് ആ ഒരു കാര്യം ഒരു കുട്ടിയിൽ അവസാനിച്ചില്ല. ആ ഒരു കുട്ടിക്ക് ശേഷം അടുത്തൊരു കുട്ടി, ഇങ്ങനെ ഒരുപാട് കുട്ടികളെ ആ ഒരു നാട്ടിൽ നിന്ന് കാണാതാവുകയാണ് ചെയ്തത്. അങ്ങനെ കുറെ കഴിഞ്ഞ ഒരു ദിവസം ഒരു കുട്ടിയെ കടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് അടുത്തുള്ള ആരോ ആ കടത്തിക്കൊണ്ട് പോകുന്നതിന്റെ കാർ കണ്ട് അത് പോലീസിനോട് വന്ന് പറയുമ്പോൾ ആ ഒരു കാർ നമ്പർ ആരുടേതാണെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട ആ ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടല്ലോ അവരുടേതാണെന്ന് മനസ്സിലാക്കി പോലീസുകാരെല്ലാം കൂടി അവരുടെ വീട്ടിലേക്ക് പോകുന്നതും അവിടെ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണുകയും ചെയ്തു. 15 കുട്ടികളുടെ ശരീരം, അതേപോലെ തന്നെ ജീവനോടുള്ള ഒരു ചെറിയ കുട്ടി, പിന്നെ ആ മരിച്ചുപോയ സൈക്കോ ആന്റി. അപ്പോൾ എന്തിനാണ് ഈ ഭാര്യയും ഭർത്താവ് ഈ കുട്ടികളെ കടത്തുന്നത്? അവരുടെ തലയ്ക്കുള്ളിൽ ഈ ഒരു ന്യൂറോ ചിപ്പ് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുമല്ല ന്യൂറോ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എമോഷൻ കൺട്രോൾ ചെയ്തിട്ട് ഒരു എമോഷനും അവർക്ക് വരത്തില്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ആന്റി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോയിട്ട് അവരുടെ തലയിൽ ഈ ഒരു ന്യൂറോ ചിപ്പ് വെച്ച് അവരെ സൈക്കോപാത്തായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട്.
അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആന്റിയുടെ മകൻ ഒരു സൈക്കോയാണ്. അതുകൊണ്ട് മറ്റുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുവന്നിട്ട് അവരെ സൈക്കോപാത്താക്കി മാറ്റി അവരെ പിന്നെ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആന്റി മറ്റുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് ഇതേപോലെല്ലാം ചെയ്യുന്നത്. അതുമല്ല, ആന്റിക്കാണെങ്കിൽ ഈ ഒരു സർജറി ചെയ്യാൻ അറിയാതെ ഈ ഒരു ന്യൂറോ ചിപ്പ് ഉള്ളിലേക്ക് വെച്ച് സർജറി നല്ലതുപോലെ നടക്കാത്തത് കൊണ്ട് ആ ഒരു 15 കുട്ടികൾ മരിക്കുമായിരുന്നു. അതുമല്ല, പോലീസ് ചെല്ലുമ്പോഴത്തേക്കും ഒരു പയ്യന്റെ തലയിൽ ഇതേപോലെ ന്യൂറോ ചിപ്പ് വെക്കുമായിരുന്നല്ലോ ആന്റി. ആ ഒരു പയ്യന് ചെയ്തിരുന്ന സർജറി സക്സസ് ആയിരുന്നു. അവൻ്റെ ഒരു സൈക്കോപാത്തായിട്ട് മാറുകയും ചെയ്തു. ഒരുപക്ഷെ ഈ ഒരു പയ്യനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് അവന്റെ തലയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് വെളിയിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പയ്യന്റെ ഭാവിയെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അവനെ രക്ഷിച്ച പോലീസും ഈ ഒരു കാര്യം സീക്രട്ട് ആയിട്ട് തന്നെ വെക്കുകയും ചെയ്തിരുന്നു. അതുമല്ല, നമ്മുടെ ആന്റി ന്യൂറോ ചിപ്പ് വെച്ച ഒരുപാട് കുട്ടികൾ ആന്റിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോയിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു പോയവരാണ് നമ്മുടെ ഹീറോ. അതേപോലെ തന്നെ ഇതിനു മുന്നേ ആ ഒരു കില്ലർ കൊന്ന 4 പേരുണ്ടല്ലോ, അവരെല്ലാവരും. അങ്ങനെ ആ ഒരു അപ്പൂപ്പനായിട്ടുള്ള പോലീസ് ഇവരോട് ഈ ഒരു കഥയെല്ലാം പറയുമ്പോൾ അതേ കാര്യം തന്നെ നമ്മുടെ ഹീറോയും അവരുടെ ഫ്രണ്ടും ഇവിടെ ഇരുന്നിങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയും, അല്ല, എന്റെ തലയിൽ ആ ഒരു ന്യൂറോ ചിപ്പ് ഉണ്ട്, ഓക്കെ, അതൊരു സർജറി ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ, ഞാൻ നോർമൽ ആവത്തില്ലേ ചോദിക്കുമ്പോൾ അത് ഒരിക്കലും ശരിയാവത്തില്ല, അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അത് ശരിയായിട്ടുള്ള രീതിയിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ബ്രെയിൻ മെമ്മറി കൊളാപ്സ് ആയി പോവും. അതുമല്ല, നിന്റെ തലയിൽ അത് പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണുള്ളത്. അങ്ങനെ നിനക്ക് നല്ല മെമ്മറീസ് വീണ്ടും തിരിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ പാസ്റ്റ് ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ഡേറ്റ അതെനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നിങ്ങനെ ആ ഒരു ഡോക്ടർ പറയുന്നതും നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി, അന്ന് കുട്ടിക്കാലത്ത് ഇവിടെ തലയിൽ വെച്ച ആ ഒരു സൈക്കോ ആന്റി അവരുടെ ഭർത്താവും അവർ ചെയ്ത അവർ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് തേടി പിടിച്ച് അവർ കൊല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഡോക്ടർ ഫ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഡേറ്റ കിട്ടത്തില്ലേ. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. ആ ഒരു ആന്റി ആണെങ്കിൽ അന്ന് തന്നെ മരിച്ചു. ആ ഒരു ആന്റിയുടെ ഭർത്താവിനെ പിടിച്ച് ജയിലിലിട്ടതിന് ശേഷം അയാളും അവിടെ കിടന്ന് മരിച്ചു. അങ്ങനെയാണെങ്കിൽ ആന്റിയുടെ പയ്യനായിട്ടുള്ള ഒരു സൈക്കോ ഉണ്ടല്ലോ, ആ ഒരു പയ്യനാണെങ്കിൽ അവന്റെ 10 വയസ്സിൽ തന്നെ മരിച്ചും പോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഈ ഒരു കൊലയെല്ലാം ചെയ്യുന്നത് ആരാണ്? ഓക്കെ, അതെന്തോ ആവട്ടെ. എന്നിരുന്നാലും ഹീറോയെ കൊല്ലാൻ ശ്രമിക്കുന്ന അവന്റെ കയ്യിൽ ഹീറോയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡേറ്റാസ് ഉണ്ടാവും എന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ കില്ലർ ആരാണെന്ന് ഹീറോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് ഇവിടെ സ്റ്റേഷനിൽ വന്ന ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, അയാൾ ആ ഒരു ആന്റിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു പയ്യനുണ്ടായിരുന്നു. ആ ഒരു പയ്യൻ ആരാണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ജോൺ പോലീസ് ഒരുത്തനെ ചെന്ന് ഇടിച്ചല്ലോ, ഭാര്യയെ കൊന്നിട്ട് ഇൻഷുറൻസ് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച ഒരുത്തൻ, അവനാണ് ആ ഒരു പയ്യൻ. അങ്ങനെയാണെങ്കിൽ എന്തായാലും കില്ലർ അവനെ കൊല്ലാനായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവന് പ്രൊട്ടക്ഷൻ കൊടുക്കാന്നുള്ള രീതിയിൽ കുറച്ച് പോലീസുകാർ അവിടേക്ക് ചെല്ലുമ്പോൾ അവനാണെങ്കിൽ ഇവരെല്ലാവരെ കളിയാക്കിയിട്ട് പിന്നെ ഭയങ്കര പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ എന്നെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കില്ലറിൻ്റെ ഭാഗത്ത് നിന്നല്ല, വേണ്ടേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആ ഒരു പോലീസുകാരനില്ലേ, അവനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ജോണിനെ കുറ്റപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കില്ലറില്ലേ, അവൻ വന്നു കഴിഞ്ഞാൽ അവനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കളിയാക്കി പറഞ്ഞുകൂടാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ ആ ഒരു പോലീസുകാർക്ക് ഒരു വീട്ടിൽ നിന്നും ഒരാളുടെ ശരീരം കിട്ടുകയാണ്. അതുമല്ല, ഇയാൾ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഏകദേശം 3 മാസം കഴിഞ്ഞു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ആ ഒരു സൈക്കോ ആന്റിയും അതേപോലെ തന്നെ ഭർത്താവുണ്ടല്ലോ അവരുടെ കൂട്ടാളിയായിട്ടുള്ള ഒരാളാണ്. ഇയാളെയും ആ ഒരു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ആ ഒരു കേസിൽ പിടിച്ച് ജയിലിലിട്ടിട്ട് പിന്നീട് റിലീസായിട്ടാണ് വന്ന് ഇപ്പോൾ മരിച്ചത്. അതുമല്ല, ഇയാളുടെ വീടിനകത്തേക്ക് കയറി ലോക്കർ പൊളിച്ച് അതിനകത്തുള്ള ഒരുപാട് ഫയൽസ് ആരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എന്തായാലും ആ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ 2 സൈക്കോളും തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് കുട്ടികളെ പറ്റിയുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇയാളുടെ കയ്യിലും ഉണ്ടാവും. അത് മനസ്സിലാക്കിയ ആ ഒരു കില്ലറാണ് അയാളുടെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു ഫയൽസ് എല്ലാം എടുത്തുകൊണ്ട് പോയി അതനുസരിച്ച് ആ കില്ലർ ഓരോരുത്തരെ കൊല്ലാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ലൂംബർ ജാർക്ക് ദ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം ഹീറോയെ കൊല്ലാനായിട്ട് വീണ്ടും ആ ഒരു കില്ലർ അവിടേക്ക് വരികയാണ്. പക്ഷെ ഇത്തവണ എന്തായാലും ഹീറോ വെറുതെ ഇരിക്കത്തില്ല. കഴിഞ്ഞ തവണ വിട്ടതുപോലെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ് 2-3 ഇടി ഇടിച്ച് നല്ല രീതിയിൽ ഇടിച്ച് കില്ലറിനെ ഇടിച്ച് താഴെക്കിട്ട് അവൻ്റെ മുഖം മൂടി വലിച്ചു ഊരുന്നതും ആഹാ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു 1.5 ട്വിസ്റ്റ്. ആ കില്ലർ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ കൂടെയുള്ള ആ ഒരു ഡോക്ടർ. പക്ഷേ നമ്മൾ ഷോക്ക് ആകുമ്പോഴത്തേക്കും ഹീറോ ഒരിക്കലും ഷോക്ക് ആവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കില്ലർ ആരാണെന്നുള്ളൊരു ഗസ്സിങ് നമ്മുടെ ഹീറോയ്ക്കുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു ഡോക്ടർ നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് വന്നതെന്നല്ലേ ഇടയ്ക്ക് വെച്ചിട്ട് ഹീറോ പറഞ്ഞിരുന്നല്ലോ തൻ്റെ ആ ഒരു ചിപ്പ് എടുത്ത് മാറ്റാനായിട്ട്. അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഡോക്ടറിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നത് ആരാണ്? ഒരുപക്ഷെ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ തനിക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും വെളിയിൽ പറയൂല്ല എന്നുള്ള ആ ഒരു പേടി, ആ ഒരു ദേഷ്യം കാരണമാണ് ഡോക്ടർ നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് വന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവനെ ചോദ്യം ചെയ്യാനായിട്ട്. വീടിനകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവൻ്റെ കാറിനടിയിൽ ഒരു GPS ട്രാക്കർ വെച്ചിട്ട് അവൾക്ക് ആ ഒരു ന്യൂറോ ചിപ്പിനെ പറ്റി അറിയാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയോട് പറഞ്ഞ് അവൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടോ ഇല്ലെന്ന് നോക്കുമ്പോൾ അവനൊന്നും പറയത്തില്ല. അങ്ങനെ ഹീറോയിൻ നേരെ വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയിൻ്റെ ചീഫ് ഉണ്ടല്ലോ അയാൾ പെട്ടെന്ന് വിളിച്ചിട്ട്, അല്ല നീ ജോണിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്താ കാര്യം തിരക്കുമ്പോൾ ആൾറെഡി ആ ഒരു ഭാര്യയെ കൊന്ന കേസിലെ
ആ ചിപ്പ് തലയിൽ വെച്ചിരിക്കുന്നവനോട് അവന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിലോ ജോണിനെയും കാണാനില്ല, അവനെയും കാണാനില്ല. എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ജോൺ ആയിരിക്കണം ഒരു പക്ഷെ ആ ഒരു കൊലയാളി. അതുകൊണ്ട് നമുക്ക് എന്തായാലും അവന്റെ വീട് വരെ ഒന്ന് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാ പോലീസുകാരെയും വിളിച്ച് അവിടേക്ക് ചെന്ന് ജോണിന്റെ വീട്ടിൽ ആ ഒരു കതക് തട്ടുമ്പോൾ ഒരുപാട് നേരം കതക് തട്ടിയിട്ടും ആരും തുറക്കുന്നില്ല. അതേസമയം ഇവിടെ ഹീറോയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ കാമുകീനെ ആ ഒരു കില്ലർ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയിട്ട് ഹീറോയ്ക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. സ്റ്റാർട്ടിംഗ് സീനിൽ ആ ഒരു ആന്റി കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയിട്ട് ഒരു വീടിനകത്ത് വെച്ചിരുന്നല്ലോ, ആ ഒരു സ്ഥലമാണ് ലൊക്കേഷനായിട്ട് ഇട്ടിരിക്കുന്നത്. അങ്ങനെ അത് കാണുന്നത് നമ്മുടെ ഹീറോ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഹീറോ ആയാലും പതിയെ ആ ഒരു ഇരുണ്ട കാടിനകത്തേക്ക് ചെന്നിട്ട് ആ ഒരു വെളിച്ചമില്ലാതെ വീടിനകത്തേക്ക് പതിയെ ഇങ്ങനെ കയറിപ്പോവാണ്. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോയ തന്റെ കാമുകി അവിടെയുണ്ട്. അങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് ആ ഒരു കില്ലർ പുറകിൽ നിന്ന് കോടാലി വെച്ച് വെട്ടാനായിട്ട് വരുമ്പോൾ ഹീറോ ഒഴിഞ്ഞു മാറിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നതും കില്ലർ വെച്ചൊരു ട്രാപ്പിൽ ഹീറോയുടെ കാല് വന്ന് കുടുങ്ങുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ജോണിന്റെ വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. അപ്പോഴാണ് അവൾ ഒരു കാര്യം ആലോചിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ആ ഒരു ജോൺ എന്ന് പറഞ്ഞ പോലീസുകാരൻ ഇവളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ആന്റിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാ കുട്ടികളും എന്തായാലും സൈക്കോളായിരിക്കുമല്ലോ, അതുകൊണ്ട് ആരോ ഒരുത്തൻ സൈക്കോളെല്ലാം കൊല്ലുന്നു, അവനെ വെറുതെ വിട്ടേക്ക് എന്നുള്ള കാര്യം ജോൺ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ അവനെ വെറുതെ ഒന്ന് സംശയം കൂടി ചെയ്തില്ല, അവനാണ് കൊലയാളിയെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അകത്ത് നിൽക്കുമ്പോൾ അവിടെയാണ് ഒരു ടെസ്റ്റ്. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ജോൺ ഉണ്ടല്ലോ, ഇവര് കൊലയാളി എന്ന് പറഞ്ഞ ജോൺ ഇപ്പൊ അവന്റെ വീടിന്റെ വാതിലിനടുത്ത് വന്നിങ്ങനെ നിൽക്കുന്നു. അതേസമയം തന്നെ ഇവിടെ നമ്മുടെ ഹീറോയുടെ മുന്നിൽ മാസ്ക് ഇട്ട ഒരു കൊലയാളി അവന് നിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോൺ ഒരിക്കലും ആ ഒരു കൊലയാളിയല്ല. അപ്പോഴേക്കും ആ ഒരു ചീഫ് ജോണിനോട് ചോദിക്കും, ഡേയ് നിന്നെ ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാഞ്ഞേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ജോൺ പറയും, അല്ല ആ ഒരു ഭാര്യയെ കൊന്ന ഒരു കേസില്ലേ, അതിൽ ആ ഒരു ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 5 വർഷമായി, ആ ഓർമ്മ ദിവസമാണെന്ന്, അതുകൊണ്ട് അവരുടെ കല്ലറയിൽ പോയിട്ട് ഒരു പൂ വയ്ക്കാന്ന് വെച്ചു, അതുകൊണ്ടാണ് പിന്നെ ഫോൺ എടുക്കാഞ്ഞത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. സത്യത്തിൽ ആ ഒരു സ്ത്രീക്കാണെങ്കിൽ സ്വന്തം ബന്ധമെന്ന് പറയാനായിട്ട് വലിയ രീതിയിൽ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആൾറെഡി ആ ഒരു കല്ലറയിൽ വേറെ ആരോ പൂ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നതും അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ഷെടാ, അപ്പോൾ ഇവനായിരുന്നു അവന്റെ ക്യാരക്ടർ മാറ്റി നമ്മളോട് ഇത്രയും നാള് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഒരാളുടെ നടത്തം രീതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അയാൾ ഏത് ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അത് വെച്ചിട്ടാണ് ഹീറോയിൻ ഇപ്പോൾ പറയുന്നത്. അതേസമയം തന്നെ ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ കില്ലറിന്റെ മുന്നിലേ ആ ഒരു ട്രാപ്പിൽ പെട്ട് ഇങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കും ഹീറോ പറയും, ഓക്കെ ശരി നീ ജയിച്ചു, ഇപ്പോഴും ഞാൻ നിന്റെ മുന്നിൽ പെട്ടിരിക്കുകയാണ്, ഇപ്പോഴെങ്കിലും നിന്റെ മുഖം എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നൂടെ എന്നിങ്ങനെ പറയുന്നതും അവൻ അങ്ങനെ ആ ഒരു മാസ്ക് മാറ്റുമ്പോൾ ആഹാ അത് വേറെ ആരുമല്ല, ഇൻഷുറൻസ് പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെ കൊന്ന ആ ഒരു സൈക്കോ ഇവനെയാണ് നമ്മുടെ ആന്റി 30 വർഷങ്ങൾക്ക് മുന്നേ കടത്തിക്കൊണ്ട് പോയിട്ട് അവന്റെ തലയിൽ ന്യൂറോ ചിപ്പ് കറക്റ്റായിട്ട് വെച്ച് ഇവനെയാണല്ലോ ആ ഒരു പോലീസുകാർ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. ആ ഒരുത്തനാണ് ഇവൻ. അതുമല്ല ഇവനെ ഒരു സൈക്കോ, പിന്നെ ഇവൻ എന്തിനാണ് തന്നെ പോലെയുള്ള ആ ഒരു സൈക്കോകളെ അന്വേഷിച്ച് കൊല്ലുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ഇവൻ ജനിച്ച് ഇവന്റെ തലയിൽ ആ ഒരു ചിപ്പ് വെച്ചതിന് ശേഷം ഇവൻ ആ ഒരു സൈക്കോ ആയിട്ട് മാറിയിട്ടാണ് അവന്റെ ഭാര്യനെ കൊന്നിട്ടുള്ളത്. പക്ഷെ ഇവന്റെ ഭാര്യയെ കൊന്നതിന് ശേഷം നമ്മുടെ ജോൺ ഉണ്ടല്ലോ പോലീസുകാരൻ, അവൻ ഈ ഒരു കാര്യം പറഞ്ഞ് നേരെ ചെന്നിട്ട് ഇവനെ ഒരു ഇടി ഇടിക്കുമല്ലോ. ആ ഒരു ഇടിയിൽ ഇവനെ തല വന്നടുത്തുള്ള ഭിത്തിയിലിടിച്ച് തലയ്ക്കുള്ള ഒരു ന്യൂറോ ചിപ്പ് അത് തകരുകയാണ് ചെയ്തത്. അപ്പൊ അത്രയും കാലം സൈക്കോ ആയിട്ടുള്ള ഒരുത്തൻ ആ ഒരു ചിപ്പ് തകർന്നതും നല്ലവനായിട്ട് മാറുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവന് എല്ലാവർക്കും വരുന്നത് പോലെ എല്ലാ ഫീലിങ്സും നല്ലതുപോലെ തന്നെ വരാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ അറിയാതെ തന്റെ ഭാര്യയെ കൊന്ന ആ ഒരു വിഷമം അവന് നല്ലതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവനാണ് ആ ഒരു പൂ കൊണ്ട് വെച്ചിട്ടുള്ളത്. കൂടാതെ ഇവൻ ഇങ്ങനെ ആവാൻ കാരണം ആരാണ്? ആ ഒരു സൈക്കോ ആന്റിയും അയാളുടെ ഭർത്താവും പിന്നെ അവരോടൊപ്പമുള്ള ആ ഒരു കൂട്ടാളിയും. അയാളെ കണ്ടുപിടിച്ചിട്ടാണ് 3 മാസങ്ങൾക്ക് മുന്നേ അയാളെ കൊന്ന് അയാളുടെ കയ്യിലുള്ള ആ ഒരു ഫയൽസ് എല്ലാം എടുത്തിട്ട് അതിൽ നോക്കുമ്പോൾ ഇവർ അന്ന് ന്യൂറോ ചിപ്പ് വെച്ചിരുന്ന എല്ലാ കുട്ടികളും ഇപ്പോൾ വളർന്നു. അതുമല്ല ഈ ഒരു ചിപ്പ് വെച്ചതിന് ശേഷം അവരെല്ലാവരും എന്തായാലും സൈക്കോളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവൻ അവരെല്ലാവരും തേടി പിടിച്ച് കൊല്ലാനും തുടങ്ങിയത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഹീറോ മാത്രമാണ്. അതുമല്ല ഹീറോ ആണെങ്കിലോ തന്റെ കാമുകിയുടെ അച്ഛനെ ആ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നല്ലോ, ആ ഒരു കാര്യം ഇവൻ അങ്ങനെ ഹീറോയുടെ മുന്നിൽ വെച്ച് പറയുന്നതും ഈ ഒരു കാര്യം അവന്റെ കാമുകിയും കേട്ടു. പക്ഷെ എന്നിരുന്നാലും അവൾ ഇപ്പോഴും അത് വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ വന്ന ഒരുത്തൻ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അവൾ എന്തായാലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഹീറോയുടെ മുകളിലേക്ക് കിടന്നിട്ട് പ്ലീസ് അവനെന്ന് ചെയ്യരുതെന്നും പറഞ്ഞ് നമ്മുടെ ഈ ഒരു കില്ലറിനോട് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓഹോ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവനൊരു കത്തിയെടുത്ത് ആ പെണ്ണിന്റെ മുതുകിലേക്ക് ഒരു ഒറ്റ കുത്ത്, എന്നിട്ട് ആ ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് വെച്ചിട്ടാണ് ഒരു വില്ലൻ ചിരിയും ചിരിച്ച് അവൾ ഒരുപാട് നേരമായിട്ട് പറയുന്നില്ലേ അതുപോലെ തന്നെ അങ്ങ് കേട്ടൂടെ. എന്നിട്ട് അവളോട് പറയും, അല്ല അവൻ അത്രയും പറഞ്ഞിട്ട് നീ എന്താ വിശ്വസിക്കാതെ, ഞാൻ തന്നെയാണ് നിന്റെ അച്ഛനെ കൊന്നത്, അതുമല്ല അടുത്തതായിട്ട് ദേ കൊല്ലാൻ പോകുന്നത് നിന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കില്ലറിനോട് പറയും, അല്ല നീ എന്നെ പോലെ സൈക്കോളെ മാത്രമേ കൊല്ലത്തുള്ളൂ, സാധാരണ ആളുകളെ നീ ഒന്നും ചെയ്തില്ലല്ലേ, അതുകൊണ്ടാണ്
എന്നെ നീ കൊല്ലാനായിട്ട് വന്ന സമയത്ത് ആ കാർ പാർക്കിങ്ങിൽ നിലവിളിച്ച ആ ഒരു പെണ്ണെ ഒന്നും ചെയ്യാതെ പോയത്. അതുകൊണ്ട് തന്നെ ഇവളെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ട് പോകാൻ പോകണമെന്ന് നീ കണ്ടോ. നീ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവളെ എന്തായാലും ഞാൻ കൊല്ലും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ്റെ കാലിലെ ആ ഒരു ട്രാപ്പ് അതെടുത്ത് മാറ്റി അവളെ തള്ളി കില്ലറിൻ്റെ മുന്നിലേക്ക് ഇട്ടിട്ട് അവനോട് ചെന്ന് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് നേരം രണ്ടുപേരും ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ കില്ലറിനെ അടിച്ച് കില്ലർ ഇപ്പോൾ അവശനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹീറോ അങ്ങനെ വന്നിട്ട് കില്ലറിനെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോൾ അവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അടുത്തൊരു ടെസ്റ്റ്. ഹീറോയെ കൊണ്ട് കില്ലറിനെ കൊല്ലാൻ കഴിയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കില്ലർ ഹീറോയെ കൊല്ലാനായിട്ട് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ ഹീറോയുടെ തല വന്ന് താഴെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ തലയിലെ ആ ഒരു ന്യൂറോ ചിപ്പ് ഉടഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനായിട്ട് ആ ഒരു സമയം മുതൽ തന്നെ മാറിയിരുന്നു. അതുകൊണ്ടാണ് ഇവൻ കൊല്ലാനായിട്ട് ഒരു ഡോക്ടറിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെ കൊണ്ട് കൊല്ലാൻ കഴിഞ്ഞില്ല. അതെല്ലാം ഈ ഒരു കാരണം കൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെ ഹീറോ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കില്ലറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കില്ലർ ഇപ്പോൾ ഹീറോയുടെ പേര് ഒരു പ്രത്യേക സ്ലാങ്ങിൽ അങ്ങനെ വിളിക്കുകയാണ്. അത് കേൾക്കുന്നതും അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇടയിൽ നമ്മുടെ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കിയിരുന്നല്ലോ. ആ ഒരു ആൻറ്റി പിടിച്ചുകൊണ്ടുപോയ കുട്ടികളിലെ ഹീറോയെ ഒരാളാണ്. ഒരു ദിവസം ആ ഒരു റൂമിലേക്ക് ആൻറ്റി ഹീറോയെ വലിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ചെറിയ പയ്യൻ വന്നിട്ട് ആൻറ്റിയെ കെട്ടിപ്പിടിച്ച് ഹീറോയുടെ രക്ഷപ്പെട്ട് പോകാനായിട്ട് പറയുമല്ലോ. ആ ഒരു പയ്യൻ വേറെ ആരുമല്ല, അത് നമ്മുടെ കില്ലറായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുമ്പോൾ ഹീറോ കില്ലറിനെ രക്ഷിക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലുന്നതും കില്ലർ പറയും, ഹേയ് ഇനി വേണ്ട, നീ എന്തായാലും മാറിയില്ലേ, അത് മാത്രം മതി. അതുകൊണ്ട് ദേ ആ ഒരു പെണ്ണിനെ രക്ഷിച്ച് നിനക്ക് എവിടെയാണോ പോകേണ്ടത് അവിടേക്ക് പൊക്കോ, ഞാൻ എന്തായാലും ഈ ഒരു ലോകത്ത് നിന്നും പോകാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നതും അവൻ്റെ അടുത്തായിട്ട് തന്നെ തീയിടുകയും ചെയ്യുന്നു. അതിനുശേഷം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഹീറോയുടെ കാറിലാണെങ്കിൽ GPS ട്രാക്കർ വെച്ചിരുന്നല്ലോ. അത് മനസ്സിലാക്കി ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് നമ്മുടെ കില്ലറിനെ രക്ഷിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് കഴിയുന്നില്ല. അതിന് മുന്നേ തന്നെ നമ്മുടെ കില്ലർ അതിനകത്ത് വെച്ച് മരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് വരാണ്. ഹീറോയിൻ ഇപ്പോഴും അറിയത്തില്ല ഹീറോ നോർമൽ ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ടുണ്ടെന്ന്. അവൾ വിചാരിക്കുന്നത് അവൻ ഇപ്പോഴും ആ ഒരു ചിപ്പ് വെച്ചിട്ട് ഒരു സൈക്കോ തന്നെയാണെന്ന്. അതുകൊണ്ട് നീ ആ ഒരു കില്ലറിനെ കൊന്നിട്ടുള്ള കാര്യം മറ്റാരും അറിഞ്ഞിട്ടില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതല്ലേ? അത് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ എന്തായാലും ഞാൻ വെറുതെ വിടത്തില്ല, എന്നാലും നിന്നെ പിടിച്ചിരിക്കും എന്നും പറഞ്ഞിട്ട് സത്യം മനസ്സിലാക്കാതെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോ നേരെ അവൻ്റെ കാമുകിയുടെ അടുത്തേക്ക് ചെല്ലും. അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾക്കാണെങ്കിൽ ഹീറോയോട് നല്ല ദേഷ്യമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ഹീറോ നോർമൽ ആയിട്ടുള്ള ഒരാളായിട്ട് മാറി എന്നുള്ള കാര്യം ഒരിക്കലും അവൾക്ക് അറിയത്തില്ല. കാരണം ആ ഒരു സമയത്ത് അവൾ മയങ്ങി കിടക്കുമായിരുന്നു. അങ്ങനെ ഇതറിയാതെ അവൾ നിൽക്കുന്നതും ഹീറോ പതി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ തൻ്റെ അച്ഛനെ കൊന്നൊരു സൈക്കോ തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ അവൾ ഒരു കത്തിയെടുത്ത് അവൻ്റെ വയറിലേക്ക് കുത്തി അങ്ങിറക്കും. അങ്ങനെ കുത്തു വാങ്ങി കുറച്ച് പുറകിലേക്ക് പോയിട്ട് ഹീറോ പെട്ടെന്ന് ഹീറോയിൻ്റെ കഴുത്തിലേക്ക് അങ്ങനെ പിടിച്ചൊരു വില്ലനായിട്ട് മാറി അവളെ കൊല്ലാനായിട്ട് ഇതിനെ ശ്രമിക്കുകയാണ്. എന്നിട്ട് അവളുടെ കഴുത്തിൽ ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ച് കഴുത്തിൽ നിന്ന് പെട്ടെന്ന് കൈ എടുത്തിട്ട് ഹീറോയിനോട് പറയും, ദേ ഇവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോ, എന്നിട്ട് നിന്നെ കൊല്ലാനായിട്ട് ഞാൻ ശ്രമിച്ചു, അതിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നീ കത്തിയെടുത്ത് എന്നെ കുത്തി, അതുകൊണ്ട് നിന്റെ പേരിൽ ഒരു കേസും വരത്തില്ല എന്നുള്ള രീതിയിൽ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നതും ഹീറോ അങ്ങനെ നടന്ന് താഴേക്ക് വന്ന് വീണ് രക്തം ഒരുപാട് പോയിട്ട് അവിടെ വെച്ച് മരിക്കുകയും ചെയ്യാണ്. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആര് എത്ര തെറ്റ് ചെയ്തിട്ട് പിന്നീട് ഒരിക്കല് ഞാൻ നല്ലവനായിട്ട് മാറിയെന്നും പറഞ്ഞ് ജീവിക്കാനും ശ്രമിച്ചാലും അവൻ ചെയ്ത തെറ്റുകളുടെ ഫലം എന്തായാലും അവനൊരു ദിവസം കിട്ടിയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവി ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.